തന്നെ നമുക്ക് നല്ലൊരു പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഈ വെബിനാർ സീരീസിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ബോറിസ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ബോറിസ് സാർ, നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. ഹലോ. കണ്ടിന്യൂ ചെയ്തോളൂ ബോറിസ്. നമ്മള് ലീഗൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നിന്ന് ജോൺ ജോർജ് സാറിന് തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഈസ്റ്റ്മെന്റ് നിയമങ്ങളെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് നയിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രമോദ് പ്രസന്നൻ ഹോസ്റ്റ് ചെയ്യും. അദ്ദേഹം ഇടയ്ക്ക് ചില നിർദ്ദേശങ്ങൾ തരും. അതിനനുസരിച്ച് സംശയങ്ങൾ ചോദിക്കാവുന്നവർക്ക് എനിക്ക് തോന്നുന്നു ആ ചാറ്റ് ബോക്സിലൂടെ ചോദ്യങ്ങൾ ചോദിക്കാം. പ്രമോദ് അത് കളക്ട് ചെയ്ത് ജോൺ ജോർജ് സാറിനോട് ചോദിക്കുകയും ഇന്ററാക്ഷൻ നടത്തുകയും ചെയ്യാം. കാര്യം എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ ഈ ഓഡിയോയ്ക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ജോൺ ജോർജ് സാറിനെ ഈ ഒരു സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചതിൽ നന്ദി കൂടി അറിയിക്കും. ഓക്കെ സാർ, അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ എല്ലാവർക്കും ഒരു ഇൻസ്ട്രക്ഷൻ തരികയാണ്. ഞാൻ ഇപ്പൊ ഇനി എല്ലാവരുടെയും ഓഡിയോ മ്യൂട്ട് ചെയ്യും. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ഈ ക്ലാസ് നമുക്ക് സെഷൻ ഒരു 38 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഞാനൊരു ഇൻസ്ട്രക്ഷൻ തരും. അപ്പോഴത്തേക്കും എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കട്ടാവും. കട്ടായി കഴിയുന്ന എല്ലാവരും സെയിം ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് റീ എൻട്രി ചെയ്യണം. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ അത് മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് ശ്രദ്ധിക്കാനായിട്ട്. എല്ലാവരും എന്ന് വെച്ചാൽ നമുക്ക് ഇത് 40 മിനിറ്റ്സ് ആണ് നമുക്ക് ഈ സെഷൻ പെർമിഷൻ തന്നിട്ടുള്ളത്. അപ്പൊ ആ 40 മിനിറ്റ്സ് ആകുമ്പോൾ കട്ട് ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എല്ലാവരും അങ്ങ് റീജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരുടെയും ആ ഓഡിയോ മ്യൂട്ട് ചെയ്യാം. ഒന്ന് മ്യൂട്ട് ചെയ്തോ. അപ്പൊ ഞാൻ ജോൺ ജോർജ് സാറിനെ മാത്രമായിട്ട് അൺമ്യൂട്ട് ചെയ്യും. ജോൺ ജോർജ് സാറെ കേൾക്കാമോ? ഓക്കെ, കേൾക്കാം. അപ്പൊ സാറിന് മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സാർ. എന്നെ കേൾക്കുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഈ വൈകുന്നേരത്തില് ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഞാന് നിങ്ങളോട് പറയാൻ പോകുന്ന, പഠിപ്പിക്കാൻ പോകുന്നയോ ക്ലാസ് എടുക്കാൻ പോകുന്നതല്ല, നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ ഈസ്റ്റ്മെന്റ്സ് ആക്ട് 1882 ആണ്. സാധാരണ കാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു സംഗതിയാണ് ഈസ്റ്റ്മെന്റ് ആക്ട് ആണ്. ആ വാക്ക് ശരിയല്ല. ഇന്ത്യൻ ഈസ്റ്റ്മെന്റ്സ് ആക്ട് ആണ്. ഈസ്റ്റ്മെന്റ്സ് ആക്ട് ഓഫ് 1982 1982 ഇംഗ്ലീഷുകാർ എഴുതിയ നിയമമായതുകൊണ്ട് അതിന്റെ പല എക്സ്പ്ലനേഷൻസും നമ്മളുടെ പശ്ചാത്തലത്തിന് യോജിക്കാത്തതാണ്. അതുകൊണ്ട് ആ ശരിയായ നിയമത്തിന്റെ പൂർണ്ണത ഉൾക്കൊള്ളുവാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടുകൾ വരും. അത് ആ ഇലസ്ട്രേഷൻസ് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഏതായാലും 64 സെക്ഷൻസ് ഉള്ള ഒരു നിയമമാണ് ഈ ഇന്ത്യൻ ഈസ്റ്റ്മെന്റ്സ് ആക്ട് എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ ഈസ്റ്റ്മെന്റ് ആക്ട് എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയുമെങ്കിലും 2 സംഗതികൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്: ഈസ്റ്റ്മെന്റ്സും ലൈസൻസും. സെക്ഷൻ 1 to 51 എന്ന് പറയുന്നതാണ് ഈസ്റ്റ്മെന്റ്സ് ആക്ട്. അതായത് നമ്മൾ പറയുന്ന ഈസ്റ്റ്മെന്റ് എന്ന് പറയുന്നതെല്ലാം 1 മുതൽ 51 വരെ. ദെൻ 52 മുതൽ 64 വരെയുള്ളതെല്ലാം ലൈസൻസിലേക്ക് വരും. നമ്മളിപ്പോ വി ആർ കൺസേൺ വിത്ത് ദീസ് ഈസ്റ്റ്മെന്റ്സ്. അപ്പൊ ഈ ഈസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് അത് എപ്പോഴും മറ്റൊരാളുടെ വസ്തുവിൽ അല്ലെ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിലെ അടിസ്ഥാനമാക്കിയാണ് ആ ഈസ്റ്റ്മെന്റ്സ് ആക്ട് എപ്പോഴും നിലനിൽക്കുന്നത്.
അതിലെ 5 ചാപ്റ്ററുകളാണുള്ളത്. ഒന്ന് ജനറൽ ആയിട്ടുള്ളത്. സെക്കൻഡ് ഇമ്പോസിഷൻ, അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഈസ്മെന്റ്, അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. സെക്കൻഡ് ഇൻസിഡൻസ് ഓഫ് ഈസ്മെന്റ്. 3 ഡിസ്റ്റർബൻസ് ഓഫ് ഈസ്മെന്റ്. 4 എക്സ്റ്റിങ്ഷൻ, സസ്പെൻഷൻ ആൻഡ് റിവൈവൽ ഓഫ് ഈസ്മെന്റ്. നമുക്ക് നേരെ ഡയറക്ട്ലി ഇതൊരു ഒരു പഠിക്കാൻ ബോറടിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സുഖമുള്ള ഒരു സബ്ജക്റ്റുമാണ് ഈ ഈസ്മെന്റ് സൈക്കിൾ. തിയററ്റിക്കലി നമ്മൾ നോക്കുന്ന ഭയങ്കരമായിട്ട് അത് ബോറടിക്കും, നമുക്കത് വായിച്ചു മനസ്സിലാക്കാൻ. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ അത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധി ചെലുത്താവുന്നതും നമ്മൾക്ക് വളരെ കൂടുതൽ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാവുന്ന ഒരു ഭാഗമാണ് ഈ ഈസ്മെന്റ് സൈക്കിളിലുള്ള കേസുകൾ. അതിൽ ആദ്യമായിട്ട് ഞാൻ ഈസ്മെന്റ് എന്താണെന്നുള്ള കാര്യം ഒന്ന് പറയാം. എല്ലാ സബ്ജക്റ്റും അതിനകത്ത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഈസ്മെന്റിന്റെ പ്രധാന സംഗതികൾ എന്നെ കേൾക്കാമോ? കേൾക്കാം സാറേ. എനിക്ക് ഞാൻ പറഞ്ഞ പ്രമോദിന് കേൾക്കാമല്ലോ, മറ്റുള്ളവർക്ക് എല്ലാവർക്കും കേൾക്കാമല്ലോ? ഓക്കെ. അല്ല, പ്രമോദ് ഇടയ്ക്ക് കട്ടായി പോകും സാറിന്റെ ക്ലാസ്. അതെ, അതാ ഞാൻ ചോദിച്ചത്. ഏതായാലും എപ്പോഴെങ്കിലും ഇന്റർഫിയറൻസ് ഉണ്ടാവുമ്പം പറഞ്ഞേക്കണം. അപ്പൊ അതില് സെക്ഷൻ 4 ആണ് ഈസ്മെന്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. അത് വാസ്തവത്തിൽ നീണ്ട ഒരു ഡെഫിനിഷൻ ആണെങ്കിലും അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അത് ഞാനൊന്ന് വായിക്കട്ടെ. An easement is a right which the owner or occupier of certain land possesses as such for the beneficial enjoyment of that land to do or continue to do something, or to prevent or continue to prevent something being done in or upon or in respect of certain other land not his own. ആ നോട്ട് ഹിസ് ഓൺ എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. കാര്യം അത് മറ്റൊരാളുടെ വസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. ഇതാണ് ഈസ്മെന്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതിലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പോകാം. ഇറ്റ് ഇസ് എ റൈറ്റ്. ഇറ്റ് ഇസ് എ റൈറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം ഇറ്റ് ഈസ് ഓൺലി എ ലീഗൽ റൈറ്റ്. ഓൺലി ലീഗൽ റൈറ്റ് ക്യാൻ ബി ഈസ്മെന്റ്. അതായത് an easement cannot be created for an unlawful purpose. അപ്പൊ എപ്പോഴും that is a legal right. When it is a right, we can say that it is corresponding with a duty also on the other part. അതായത് counterpart-ന്റെ ഭാഗത്ത് there is a correlative duty. Then easement is always in respect of certain land. അതായത് specified land ആയിരിക്കും. അതാണ് അന്യായം എഴുതുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും ക്ലെയിം ചെയ്യുന്നതും. അതായത് ഏത് വസ്തുവിനെ സംബന്ധിച്ചാണോ ഏതിനെ സംബന്ധിച്ചാണോ നമുക്ക് ഈസ്മെന്റ് അവകാശം ഉന്നയിക്കുന്നത് അതും ആ ഈസ്മെന്റ് നമ്മൾ പട്ടിക ചേർക്കണം. അതാണ് സെർട്ടൺ ലാൻഡ് എന്ന് പറയുന്ന സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ ഈസ്മെന്റ് മസ്റ്റ് ബി സ്പെസിഫിക്. അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പട്ടിക വസ്തു എന്റെ വകയാണ്, ബി പട്ടിക വസ്തുവിലാണ് ഞാൻ ഈസ്മെന്റ് ചോദിക്കുന്നത് എന്ന് ആ അന്യായത്തിൽ കൃത്യമായി എഴുതുന്നത് അതുകൊണ്ടാണ്. Then that right is given to owner and occupier. അവിടെ ഒരു സംഗതിയുണ്ട്. സാധാരണ ഒരു വസ്തുവിന്റെ ഉടമയ്ക്ക് മാത്രമല്ല ഈസ്മെന്റ് ക്ലെയിം ചെയ്യാവുന്നത്, മാത്രമല്ല ആ വസ്തുവിലെ ഒക്കുപ്പയർക്കും ഈസ്മെന്റ് ക്ലെയിം ചെയ്യാം. അപ്പൊ നോട്ട് ഓൺലി കൺഫൈൻ ടു ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ബട്ട് ഈവൻ an occupier. അത് ആ വസ്തുവിൽ, അതായത് ഒരു വാടകക്കാരൻ ഒരു വസ്തുവിൽ താമസിക്കുക. ആ വസ്തുവിലേക്ക് ഒരു വഴിയുണ്ട്, ആ വഴി അയൽത്തുകാരൻ അടയ്ക്കുന്നു. ആ വാടകക്കാരൻ ഉടമയെ കൊണ്ട് കേസ് കൊടുപ്പിക്കണമെന്നില്ല. ബീയിങ് ആൻ ഒക്കുപ്പയർ ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി ഹി ക്യാൻ ഫയൽ എ സൂട്ട്. അതുകൊണ്ടാണ് ഈസ്മെന്റ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു ദ ഓണർ അലോൺ ബട്ട് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് ടു ആൻ ഒക്കുപ്പയർ ആൾസോ, സോ ദാറ്റ് owner or occupier of the property can claim easement. Then second is beneficial enjoyment, that always all the easement is beneficial for that property. അതാണ് നമ്മൾ ആദ്യം വായിച്ചപ്പോൾ തന്നെ ആ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. An easement is a right which the owner or occupier of certain land possess as such for the beneficial enjoyment of that land
of a certain property, not his own. അതൊന്ന് നമ്മൾ വേർതിരിച്ചൊന്ന് കൃത്യമായി നോക്കുമ്പോൾ നമുക്ക് ആ ഈസ്മെന്റ് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു. Number one, that is the subject matter should be clear. Owner or the occupier can lay suit or can claim easement, and that is in respect of an easement, and that right always is upon, or the burden is upon the best with other property. അതായത് മറ്റൊരാളുടെ വസ്തുവിലാണ് ആ സംഗതി നിൽക്കുന്നത്. ആ സംഗതി എപ്പോഴും ഓർത്തേക്കണം. നമ്മളുടെ ഇരിക്കെ വരുന്ന പല ആൾക്കാരുടെയും ഒരു ധാരണ, ഞാൻ വഴിയവകാശം ചോദിച്ചാണ് വരുന്നത്, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴി ഇന്ന ആള് തടസ്സപ്പെടും. ആ വരുന്ന ആളുടെ മനസ്സിലിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത് അയാൾ നടക്കുന്ന ആ വസ്തു അയാളുടേതാണെന്നാണ്. അതുകൊണ്ട് പലപ്പോഴും അന്യായം എഴുതുമ്പോ ഈ ബീപ്പട്ടിയെ വഴി അല്ലെങ്കിൽ ഈ ഈസ്മെന്റ് ക്ലെയിം ചെയ്യുന്ന വഴി മറ്റൊരു പ്രതിയുടേതാണെന്ന് സമ്മതിക്കാൻ ഒരു വൈഷമ്യം പലപ്പോഴും കാണിക്കാറുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. ഏത് വസ്തുവിലേക്കാണോ നമുക്ക് ഈസ്മെന്റ് വേണ്ടത് അതിനെ നമ്മൾ ഡോമിനന്റ് ഹെറിറ്റേജ് എന്ന് പറയും. ആ വസ്തുവിന്റെ ഉടമയെ നമ്മൾ ഡോമിനന്റ് ഓണർ എന്ന് പറയും. ഏത് വസ്തുവിനെ സംബന്ധിച്ചാണോ, ഏത് ലാൻഡ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ചാണോ ആ ബർഡൻ നിലനിൽക്കുന്നത്, ആ ഈസ്മെന്റ് സ്ഥിതി ചെയ്യുന്നത്, ആ ബർഡൻ നിൽക്കുന്ന ലയബിലിറ്റി നിൽക്കുന്നതിന് അതിനെ നമ്മൾ സെർവിയന്റ് ഹെറിറ്റേജ്, അതിന്റെ ഉടമയെ സെർവിയന്റ് ഓണർ എന്നും പറയും. അപ്പൊ ആ ഡോമിനന്റ് ഹെറിറ്റേജും സെർവിയന്റ് ഹെറിറ്റേജും. ഡോമിനന്റ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഏത് വസ്തുവിലേക്കാണോ ഈസ്മെന്റ് വേണ്ടത് ആ വസ്തു, അതിനെ നമുക്ക് ഡോമിനന്റ്, അതിന്റെ ഉടമയെ ഡോമിനന്റ് ഓണർ. സെർവിയന്റ് എന്ന് പറയുമ്പോൾ ആ വാക്കുകൊണ്ട് തന്നെ വ്യക്തമാണ്. സെർവിയന്റ് ഓണർ എന്ന് പറയുമ്പോൾ ആ ഏത് വസ്തുവിലാണോ ആ ഈ ബർഡൻ ഉള്ളത്, അതായത് ആ ഈസ്മെന്റിന്റെ ബർഡൻ ഏതിൽ നിൽക്കുന്നോ അതിനെയാണ് സെർവിയന്റ് ഓണർ എന്നും സെർവിയന്റ് ഹെറിറ്റേജ് എന്നും പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയുമ്പോ അറിയാവുന്നവര് എന്നോട് പരിഭവിക്കരുത്. ഞാൻ പൊതുവെ ഒരു പരിചയപ്പെടുത്തൽ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ രീതിയിൽ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോഴേ ഈസ്മെന്റ് എന്ന് പറയുന്നത് ഫോർ ദ ബെനിഫിഷ്യൽ എൻജോയ്മെന്റ്. ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് എന്ന് പറയുന്ന സംഗതി നമ്മൾ വളരെ വ്യാപകമായിട്ട് തന്നെ നോക്കണം. സാധാരണഗതിയിൽ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബെനിഫിഷ്യൽ എൻജോയ്മെന്റ്. ഇപ്പൊ ഒരു വസ്തുവിലേക്ക് മറ്റൊരു വസ്തുവിലൂടെയുള്ള ഒരു വഴി, ആ വഴി ഇല്ലെങ്കിൽ ആ വസ്തു ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കറിയാം ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ വഴി ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ഉപയോഗിക്കാനൊക്കെ, അതാണ് ബെനിഫിഷ്യൽ എൻജോയ്മെന്റ്. പക്ഷേ ഈസ്മെന്റ് ആക്ടിലെ ബെനിഫിഷ്യൽ എൻജോയ്മെന്റിന് വളരെ വ്യാപ്തമായ ഒരു അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് ശ്രദ്ധിച്ചാല് പോസിബിൾ കൺവീനിയൻസ്, അറിയാമല്ലോ കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ പോസിബിൾ കൺവീനിയൻസ്, അത് ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് ആണ്. രണ്ട്, റിമോട്ട് അഡ്വാൻറ്റേജ്, വെറും അഡ്വാൻറ്റേജ് അല്ല, ആ റിമോട്ട് എന്നാണ്, വളരെ അകലെയുള്ള, വളരെ അകലത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ല, റിമോട്ട് ആയിട്ടുള്ള അഡ്വാൻറ്റേജും ആൻഡ് ഈവൻ എ നിയർ അമ്യൂണിറ്റി ഈസ് ആൾസോ വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഈസ്മെന്റ്. അപ്പൊ ആ ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് എന്ന് പറയുന്നതിന്റെ ആ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു വസ്തുവിനകത്തേക്ക് പോകുന്ന ഒരു വഴിയോ, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലേക്ക് വീഴുന്ന ലൈറ്റോ, അതല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സപ്പോർട്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകളോ, ഇതൊക്കെ മാത്രമേ ഈ ഈസ്മെന്റിനകത്ത് വരൂ എന്നുള്ള ധാരണ വേണ്ട. ഈ ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് എന്ന് വെച്ചാൽ ഈവൻ റിമോട്ട് അഡ്വാൻറ്റേജ് പോലും ആ ബെനിഫിഷ്യൽ എൻജോയ്മെന്റിനകത്ത് വരും. അപ്പൊ പിന്നെ അതനുസരിച്ച് വേണം നമ്മളുടെ മുന്നിൽ വരുന്ന ഒരു കേസിനകത്ത്, അല്ലെങ്കിൽ ഒരു ആളൊരു ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ നമ്മൾ ആ ഇടുങ്ങിയ രീതിയിലല്ല ചിന്തിക്കേണ്ടത്, വളരെ വിശാലമായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം. ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ പറയുന്ന അയാളുടെ പരാതിയെ ആ വിശാലമായ ക്യാൻവാസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ ലേ സൂട്ട് ഫോർ ഈസ്മെന്റ്. ദെൻ അതിലെ ആ ഈസ്മെന്റിലെ ആ പ്രധാന സംഗതി ഇത്രയും ഞാൻ പറഞ്ഞു എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതായത് ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് ആണ്, ഓണറിന് മാത്രമല്ല ഒക്കുപ്പയറിനുമാണ്. അത് ഇൻ റെസ്പെക്ട് ഓഫ് അനദേഴ്സ് പ്രോപ്പർട്ടി, മറ്റൊരാളുടെ വസ്തു തന്നെ ആയിരിക്കും ഇത്.
ഈ 3 സംഗതികൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ വായിച്ചു കഴിയുമ്പോൾ കൃത്യമായും എന്താണ് ഈസ്മെന്റ് റൈറ്റ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമാവും. ഇനി ഈസ്മെന്റ് റൈറ്റിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഒരു 4 തരത്തിൽ നമുക്ക് ആ ഈസ്മെന്റ് നമുക്കൊന്ന് ഒന്നൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, കണ്ടിന്യൂസ് ഈസ്മെന്റ്. കണ്ടിന്യൂസ് ഈസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണ്ടാ മതി. The enjoyment is without the act of man. Without the act of man. മനുഷ്യന്റെ യാതൊരു പ്രവൃത്തിയില്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് കണ്ടിന്യൂസ് ഈസ്മെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ലൈറ്റ്, എയർ, ഇത് നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ വേറെ ഒരു സംഗതിയും വേണ്ട. ദാറ്റ് ഓട്ടോമാറ്റിക്കലി കംസ്. അതിനെയാണ് കണ്ടിന്യൂസ് ഈസ്മെന്റ്. ഇറ്റ് ഈസ് ആൻ എൻജോയ്മെന്റ്. Its enjoyment is without the action of any man, act of any man. ഇനി ഡിസ്കണ്ടിന്യൂസ് ഈസ്മെന്റ്, അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ അത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള ഉപയോഗം നമുക്ക് വരുന്നത് അതിനെ ഡിസ്കണ്ടിന്യൂസ് ഈസ്മെന്റ് എന്ന് പറയും. അപ്പൊ കണ്ടിന്യൂസ് ഈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വിത്തൗട്ട് ഇന്റർഫിയറൻസ് ഓഫ് എനി മാൻ. ഒരു മനുഷ്യന്റെ ആക്ട് വേണ്ടതേ ഇല്ല. അത് കണ്ടിന്യൂസും. ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഇന്റർഫിയറൻസ്, ആക്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് പോകാൻ പറ്റൂ. അതാണ് ഡിസ്കണ്ടിന്യൂസ് ഈസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അപ്പാരന്റ് ഈസ്മെന്റ് വ്യക്തമാണ്, ഗോചരമായതാണത് അപ്പാരന്റ് ഈസ്മെന്റ്. ആ അപ്പാരന്റ് ഈസ്മെന്റ് എന്ന് പറഞ്ഞാൽ വഴി നടക്കുന്നു, റോഡ് ഒരു വഴി വെട്ടി വഴി നടക്കുന്നു. ആ വഴി എന്ന് പറഞ്ഞാൽ അപ്പൊ ആ വഴി എന്ന് അപ്പാരന്റ് ഈസ്മെന്റ് ആണ്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്, നോൺ അപ്പാരന്റ്. നോൺ അപ്പാരന്റ് ഈസ്മെന്റ് എന്ന് പറയുന്നത് ഗോചരമല്ലാത്ത. അതെന്താ ഗോചരമല്ലാത്ത നോൺ അപ്പാരന്റ് ഈസ്മെന്റ്സ് എന്ന് പറയുന്നത്? നോൺ അപ്പാരന്റ് ഈസ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. ഒരു വസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു വസ്തു. അപ്പൊ അത് രണ്ടും ചേർന്ന് കിടക്കുന്നതാണ്. അതിൽ ഒരു വസ്തു വെട്ടി താഴ്ത്തുക. അപ്പോ ആ ലാറ്ററൽ സപ്പോർട്ട് അങ്ങ് നഷ്ടപ്പെട്ടു. ആ ലാറ്ററൽ സപ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ ഈസ്മെന്റ് റൈറ്റ് പോയി. അതായത് നിലനിൽക്കാനുള്ള രണ്ട് അടുത്തടുത്ത് കിടക്കുമ്പോൾ ഒരിടത്തുനിന്ന് ഒരു വസ്തുവിനകത്ത് തട്ടി മാറ്റുകയല്ലേ, കുടിച്ചു മാറ്റുകയല്ലേ. അപ്പൊ മറ്റേത് ഇടിഞ്ഞു വിടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ റൈറ്റ് എന്ന് പറയുന്നത് അവിടെ റൈറ്റ് ഉണ്ട്, ബട്ട് വി കനോട്ട് സീ. അതാണ് നോൺ അപ്പാരന്റ് റൈറ്റ്. അത് ഗോചരമല്ല, ബട്ട് ഇറ്റ് ഈസ് ദെയർ. അപ്പൊ 4 തരത്തിലുള്ള കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ്, അപ്പാരന്റ് ആൻഡ് നോൺ അപ്പാരന്റ്, 4 തരത്തിലുള്ള ഈസ്മെന്റിനെ ഇങ്ങനെ പൊതുവായിട്ട് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും കൂടെ നോക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ബാധിക്കുന്ന കാര്യത്തിലേക്ക് പോകാം. അതായത് ഡയറക്റ്റ് നമ്മളൊരു ആസ് ആൻ അഡ്വക്കേറ്റ് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഈസ്മെന്റ് എന്ന് പറയുന്നത് ഈസ്മെന്റ് ബൈ ഗ്രാൻഡ് ആണ്. അപ്പൊ ഈസ്മെന്റ് ബൈ ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആ വാക്കിനകത്ത് തന്നെ. അത് ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ അത് ആവശ്യപ്പെട്ട് ലഭിക്കുന്നതാണ് ഗ്രാൻഡ്. നമ്മൾ ആവശ്യപ്പെട്ടു ലഭിക്കുന്നു, അങ്ങനെയുള്ളതാണ് ഗ്രാൻഡ്. അത് എപ്പോഴും എക്സ്പ്രസ് ഗ്രാൻഡ് ആയിരിക്കാം, ഓർ ഇംപ്ലൈഡ് ഗ്രാൻഡ് ആയിരിക്കും. എക്സ്പ്രസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൊണ്ട് വ്യക്തമാണ്, അതിനൊരു രേഖ ഉണ്ടാവും. അപ്പോ ആ ഈസ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ രേഖയിൽ അതേ സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും ഉണ്ടായിരുന്നു. ഇനി ഇംപ്ലൈഡ് ഗ്രാൻഡ് ഉണ്ട്. സാഹചര്യത്തിനും സൗകര്യത്തിനും അതായത് പ്രവൃത്തി അനുസരിച്ച്, അതായത് തീർച്ചയായിട്ടും നമുക്കത് ഊഹിച്ചെടുക്കാൻ കഴിയും. എ ഗ്രാൻഡ് ക്യാൻ ബി പ്രസ്യൂം, അതായത് ഊഹിച്ചെടുക്കാൻ കഴിയും. അതാണ് ഇംപ്ലൈഡ് ഗ്രാൻഡ്. എക്സ്പ്രസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു ഡോക്യുമെന്റ് ആയി. ഇനി അത് വെറുതെ പറഞ്ഞാലും മതി, നീ അതിലെ അങ്ങ് നടന്നു, എനിക്ക് കുഴപ്പമില്ല, നില അനുഭവിച്ചു, അത് ഗ്രാൻഡ്, എക്സ്പ്രസ് ഗ്രാൻഡ് ആയി. ഇനി അത് ഒരാൾ നടന്നു പോകുന്ന ഒരു ഭാഗത്ത് അയാൾക്ക് തടസ്സമൊന്നുമില്ല. അവിടെ അയാൾ നടക്കുന്നതാണ് ആളുകൾ കാണുന്നുണ്ട്, അയാൾ നടന്നൊരു വഴി രൂപപ്പെട്ടിട്ടുണ്ട്, അയാൾ വർഷങ്ങളോളം അതിലേ നടക്കുന്നുണ്ട്. ബട്ട് there is no document. We can say it is an implied grant. ഇനി
ഗ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി, അത് ഒരു വിൽപത്രത്തിൽ വേണമെങ്കിലും ഒരു ഗ്രാൻഡ് ഉണ്ടാക്കാം. അതായത് ഒരാള് ഒരു മരണശാസന പത്രം, ഒരു വിൽപത്രം എഴുതി വെക്കുന്ന അയാളത്തെ എഴുതി വെച്ചേക്കുക, എന്റെ ഇന്ന വസ്തുവിന്റെ ഇന്ന വശത്തുകൂടി ഇന്ന ആൾക്ക് ഗതാഗതം ചെയ്യുന്നതിന് ആരും തടസ്സം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇറ്റ്സ് എ ഗ്രാൻഡ്. അപ്പൊ ആ ഗ്രാൻഡ്, ഇനി ഒരു ചോദ്യം അതേ സംബന്ധിച്ച് വരുന്നത്, ഗ്രാൻഡ് എഗ്രിമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രമാണത്തിൽ എഴുതിയിരുന്നു അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതുന്നു, വെദർ ഇറ്റ് നീഡ് രജിസ്ട്രേഷൻ. രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞതിനകത്ത് തന്നെ ഉണ്ട്, വാക്കാൽ ഒരു ഗ്രാൻഡ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എഴുതുന്ന ഗ്രാൻഡ് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എഴുതി കഴിഞ്ഞാൽ അതൊരു എഗ്രിമെന്റിന്റെ ഭാഗത്തേക്ക് മാറും. അപ്പോ എക്സ്പ്രസ് ഗ്രാൻഡ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ വാക്കാൽ തന്നെ അത് ആകാം. അത് പ്രൊസ്യൂം ചെയ്യുമ്പോൾ അതൊരു ഇംപ്ലൈഡ് ഗ്രാൻഡ് ആകും. അതോടൊപ്പം തന്നെ അത് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു ഒരു വിൽപത്രത്തിൽ കൂടി വേണമെങ്കിൽ നമുക്ക് ഈസ്മെന്റ് ബൈ ഗ്രാൻഡ് ഉണ്ടാക്കാം. അപ്പൊ നമ്മളുടെ തൽക്കാലമുള്ള ആവശ്യത്തിന് ഇത്രയും മതി. അപ്പോ രണ്ട് തരത്തിലെ ഗ്രാൻഡ് എന്ന് പറയുന്ന വാക്കിനകത്ത് തന്നെ ആ സംഗതി ഉള്ളത് കൊണ്ട് തന്നെയാണ് അത്രയും പറഞ്ഞത്. അതായത് ഇനി കോണ്ടാക്ട് ഓഫ് ദ പാർട്ടീസ് സർക്കംസ്റ്റൻസിനും അനുസരിച്ചിട്ടാണ് ഇംപ്ലൈഡ് ഗ്രാൻഡ് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കും. ഇനി അടുത്തതിന് അടുത്ത ഗ്രാൻഡ് എന്ന് പറയുന്നത് സെക്ഷൻ 13 ആണ്. സെക്ഷൻ 13 എന്ന് പറയുന്നതാണ് ഈസ്മെന്റ് ഓഫ് നെസസിറ്റി. ഈസ്മെന്റ് ഓഫ് നെസസിറ്റി, അതിന് ആ വാക്കിനകത്ത് തന്നുണ്ട് ഈസ്മെന്റ് ഓഫ് നെസസിറ്റി ആൻഡ് കോസി ഈസ്മെന്റ്സ്. കോസി ഈസ്മെന്റ്സ് എന്ന് കാണുമ്പോൾ നമുക്കൊരു ചെറിയ പേടി പോലെ എന്തുവാൻ കോസി ഈസ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. ആദ്യം നമുക്ക് ആ ഈസ്മെന്റ് ഓഫ് നെസസിറ്റി എന്താന്ന്, അത് രണ്ട് തരത്തിലുള്ള നെസസിറ്റിയാണ് നമ്മുടെ ഈ ഈസ്മെന്റ് ആക്ടിൽ പറയുന്നത്. ഒന്ന്, വേർ വൺ പേഴ്സൺ ട്രാൻസ്ഫേഴ്സ് or bequeaths immovable property to another. If an easement in the other immovable property of the transferor or testator is necessary for enjoying the subject of the transfer or the bequest, the transferee or the legatee shall be entitled to such easement. അത്രയും വാക്കുകളൊക്കെ പറയുന്നെങ്കിലും വളരെ നിസ്സാരമാണ്. ഒരാൾ അയാളുടെ ഒരു വസ്തു മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ വിൽപത്ര പ്രകാരം കൊടുക്കുകയോ ചെയ്യുകയും ആ വസ്തുവിലേക്ക് ഈ കൊടുത്ത ആളിന്റെ, അത് ട്രാൻസ്ഫർ ചെയ്ത ആളിന്റെ അല്ലെങ്കിൽ ആ ടെസ്റ്റേറ്ററിന്റെ മറ്റൊരു വസ്തുവിൽ കൂടി മാത്രമേ അതിന്റെ ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് പറ്റൂ എന്ന അവസ്ഥയിൽ അയാൾക്ക് ഈസ്മെന്റ് അവകാശം. അതാണ് ഈസ്മെന്റ് ഓഫ് നെസസിറ്റി. ഉദാഹരണത്തിന്, ഒരേക്കർ വസ്തുവുള്ള ഒരാൾ അയാളുടെ വസ്തുവിന്റെ പകുതി ഭാഗം ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ വിൽപത്രത്തിൽ എഴുതി വെക്കും. ആ വസ്തുവിന് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്, കിഴക്കേ അരികിൽ തെക്കുവടക്ക് എത്തിച്ചാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ആ വസ്തുവിലേക്ക് ഗതാഗതം ചെയ്യാൻ മാർഗമില്ല. മറ്റൊരു വസ്തു അല്ലെങ്കിൽ ശേഷിച്ച വസ്തുവിൽ കൂടി മാത്രമേ മറ്റേ കൊടുത്ത ട്രാൻസ്ഫർ ചെയ്ത വസ്തുവിലേക്ക് പോകാൻ പറ്റൂ. അപ്പോ നാച്ചുറലി, അതായത് അവിടെ എന്ന് പറയുന്നത് ഒരു ഈസ്മെന്റ് അവകാശം സ്വയം നെസസിറ്റി ആയിട്ട്, അതായത് വലിയ അത്യാവശ്യമായിട്ട് ഉണ്ടായി. അപ്പൊ അതിനെയാണ് നമ്മൾ ഈസ്മെന്റ് ഓഫ് നെസസിറ്റി. ഇത് ഒരെണ്ണം ഒരു സംഗതിയാണ് പറഞ്ഞു. രണ്ടാമത്തെ സംഗതി ഉണ്ട്, വേറെ പാർട്ടീഷൻ ഈസ് മെയ്ഡ് ഓഫ് ദ ജോയിന്റ് പ്രോപ്പർട്ടി. ജോയിന്റ് പ്രോപ്പർട്ടി അതിനകത്തും വ്യക്തമാണല്ലോ, ജോയിന്റ് പ്രോപ്പർട്ടി ഈസ് പാർട്ടീഷൻ. അതിനകത്ത് ഭാഗം നടക്കും. അപ്പൊ അതിൽ ഒരു ഷെയറിലേക്ക് പോകണമെങ്കിൽ മറ്റൊരു ഷെയറിലൂടെ മാത്രമേ കഴിയൂ എങ്കിൽ തീർച്ചയായിട്ടും ആ ബർഡൻ മറ്റൊരു ഷെയറിൽ നിൽക്കുന്നതുമ്പോ അതിൽ കൂടി പോകുന്നതിനുള്ള ആ ഈസ്മെന്റ് റൈറ്റ് കിട്ടും. അതും ഈസ്മെന്റ് ഓഫ് നെസസിറ്റിയാണ്. അപ്പൊ രണ്ട് സംഗതിയെ കാണും.
ഒരാള് അത് വസ്തുക്കൾ ഭാഗിക്കുമ്പോഴും വസ്തുക്കൾ വിൽക്കുമ്പോൾ വിറ്റ വസ്തുവിലേക്കോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് വിൽക്കാന്നല്ല, ട്രാൻസ്ഫർ എന്നായാലും മതി. ട്രാൻസ്ഫർ എന്ന് പലതരത്തിലുള്ളതുണ്ടല്ലോ. അപ്പോ ഒരാൾ അയാളുടെ വസ്തു മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വിൽപ്പത്ര പ്രകാരം കൊടുക്കുമ്പോഴോ ആ കൊടുത്ത വസ്തുവിലേക്ക് ബെനിഫിഷ്യൽ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് കൊടുത്ത ആളുടെ മറ്റൊരു വസ്തുവിലൂടെ ശേഷിച്ച വസ്തുവിലൂടെയോ വഴിയോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളെയോ ആവശ്യമെങ്കിൽ ആ വരുന്ന സംഗതിക്കാണ് ഈസ്മെന്റ് ബൈ നെസസിറ്റി. ഒന്ന്. രണ്ടാമത്തെ, ജോയിന്റ് ഓണർഷിപ്പിലുള്ള വസ്തുക്കൾ ജോയിന്റ് പ്രോപ്പർട്ടിയിൽ ഭാഗം ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഭാഗത്തിലേക്ക് വഴി വേണം എന്നുണ്ടെങ്കിൽ, ആവശ്യമായിട്ട് വരുന്നെങ്കിൽ ആ ബർഡൻ ഉണ്ടാകുന്ന ഷെയർ, ആ ഷെയറിലൂടെ ആ ബർഡൻ ഏത് ഷെയറിൽ നിൽക്കുന്നോ അതിലൂടെ ആ ഈസ്മെന്റ് ബൈ നെസസിറ്റി ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് ഈസ്മെന്റ് ബൈ നെസസിറ്റി ഉണ്ടാകുന്നത്. പ്രമോദെ കേൾക്കാമോ? ഹലോ പ്രമോദ്, കേൾക്കാം സാറേ, കേൾക്കാം. പ്രമോദിനെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. കേൾക്കാം. അത് ഒന്ന് എല്ലാവരോടും ഒന്ന് ചോദിച്ചേക്കണേ. എന്തെങ്കിലും പിന്നെ കൂടുതൽ വിശദീകരണങ്ങൾ വേണോ അതോ ഈ രീതിയിൽ അങ്ങ് പോയാൽ മതിയോ എന്നുള്ള നിലയിലൊന്ന് ചോദിച്ചാൽ. സാറേ ഇങ്ങനെ അങ്ങ് പോട്ടെ, എന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് ലാസ്റ്റിൽ സമയം കൊടുക്കാം. മതി. അപ്പൊ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഞാൻ ഇതൊരു പരിചയപ്പെടുത്തലാണ്. ഇതിന്റെ ആ പ്രാഥമികമായ സംഗതികളുടെ പരിചയപ്പെടുത്തൽ മാത്രമാണ്. ഇത് നമുക്ക് വരുന്ന കേസുകൾക്കനുസരിച്ച് നമ്മൾ അത് മനഃപൂർവ്വം മനസ്സിലിട്ട് മതിക്കുമ്പോഴും നമുക്ക് ഒരുപാട് മാർഗങ്ങൾ വേറെ തിരിഞ്ഞു കിട്ടും. അപ്പൊ ഇതിന്റെ ആ ഒരു ബേസ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ആ കാര്യം മറക്കരുത്. അപ്പൊ ഈസ്മെന്റ് ഓഫ് നെസസിറ്റി ആ രണ്ട് തരത്തിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ നേരെ പോകുന്നത് സെക്ഷൻ 15ലേക്കാണ്. അവിടെയാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും വിളിക്കുന്ന ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ. അതായത് നമ്മൾ പൊതുവേ നമ്മൾക്ക് ധാരണയുണ്ട്, ആ ധാരണ ശരിയുമാണ്. അതായത് ഒരു 20 വർഷം മറ്റൊരാളുടെ വസ്തുവിലൂടെ അയാളുടെ താല്പര്യത്തിന് വിരുദ്ധമായി തുടർച്ചയായിട്ടും യാതൊരു എതിർപ്പും കൂടാതെ അങ്ങ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തൊരു ഈസ്മെന്റ് കിട്ടും എന്നുള്ള ഒരു പൊതുവെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ ധാരണ. അത് തന്നെയാണ് സെക്ഷൻ 15 വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിലെ പ്രധാനമായിട്ടും 3 സംഗതികളിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ 3 സംഗതികളിലെ മൂന്നാമത്തെ സംഗതിയാണ് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞ ആ വഴിയെ സംബന്ധിച്ച് വരുന്ന ഈസ്മെന്റ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഈസ്മെന്റ് എന്ന് പറയുന്നത് ലൈറ്റിനെ സംബന്ധിച്ച്. ലൈറ്റ് ആൻഡ് എയർ വലിയ സംഗതികൾ നമുക്ക് നമ്മളുടെ ഈ കൊല്ലം ജില്ലയിലെ പ്രാക്ടീസിലും കേരളത്തിലെ പ്രാക്ടീസിലും വെച്ച് അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകാം. അതുകൊണ്ട് അത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതായത് ഒന്നാമത്തത് സെക്ഷൻ 15 ആദ്യത്തെ, വേർ ദ ആക്സസ് ആൻഡ് യൂസ് ഓഫ് ലൈറ്റ് ഓർ എയർ ടു ആൻഡ് ഫോർ എനി ബിൽഡിംഗ് ഹൗ ബീൻ പീസബിളി എൻജോയ്ഡ് ദർ വിത്ത് ആൻ ഈസ്മെന്റ് വിത്തൗട്ട് ഇന്ററപ്ഷൻ ഓഫ് 20 years. അവിടെ ലഘുവായിട്ട് ആ സംഗതി പറഞ്ഞേക്കും. അവിടെ ആസ് ഓഫ് റൈറ്റ് എന്നൊന്നും ഉള്ള സംഗതി ഒന്നുമില്ല. ഒരു 20 വർഷമായിട്ട് പീസബിൾ ആയിട്ട്, അതായത് യാതൊരു തടസ്സങ്ങളും 20 വർഷമായിട്ട് എയറും വായും ഒരു വീട്ടിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ ലഘുവാണ്. അതാണ് ലൈറ്റിനെയും സംബന്ധിച്ചും എയറിനെയും സംബന്ധിച്ചുള്ള ഈസ്മെന്റ് എന്ന് പറയുന്നത്. വേർ ദ ആക്സസ് ആൻഡ് യൂസ് ഓഫ് ലൈറ്റ് ഇൻ ലൈറ്റ് ഓർ എയർ ടു ആൻഡ് ഫോർ any building have been peaceably enjoyed there with as an easement out of without interruption for 20 years. 20 വർഷം യാതൊരു ഇന്ററപ്ഷനും കൂടാതെ 20 വർഷം യാതൊരു ഇന്ററപ്ഷനും കൂടാതെ സമാധാനപരമായിട്ട് നമ്മുടെ എയർ ലൈറ്റ് ഉപയോഗിച്ച സെക്കൻഡ് എന്ന് പറഞ്ഞ റൈറ്റ് ടു സപ്പോർട്ട്. അതെന്ന് പറഞ്ഞ് where support from one person's land or thing affixed thereto. പ്രമോദേ വല്ലതും പറയാനുണ്ടോ? പ്രമോദേ
പ്രമോദ് വല്ലതും പറയാനുണ്ടോ? സാർ അത് പ്രമോദ് മ്യൂട്ട് ചെയ്തൊക്കെ അദ്ദേഹം കേൾക്കുന്നില്ല സാർ. കുഴപ്പമില്ല, വേറെ കോളിലാന്ന് തോന്നുന്നു. അതല്ലേ? അപ്പൊ സാർ കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമില്ല. and where support from one person's land or things affixed thereto has been peaceably received by another person's land subject to artificial pressure or by things affixed thereto as an easement without interruption for 20 years. അതായത് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കെട്ടിടം, പഴയ ഒരു പഴയ വലിയൊരു കെട്ടിടം, ആ കെട്ടിടത്തിന്റെ ഭിത്തിയെ താങ്ങി ഒരു ക്രോസ് ഭിത്തി, അത് നമ്മൾ കണ്ടിട്ടുണ്ടോ പണ്ടത്തെ ചില പള്ളികളിലും ചില കെട്ടിടങ്ങളിലും ഒക്കെ മെയിൻ ഭിത്തിയിൽ നിന്ന് ഒരു സ്ലാൻഡ് ചെയ്ത് അടുത്ത കുറച്ച് ദൂരേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് ഒരു സ്ട്രക്ചർ കെട്ടിയിരിക്കും ഈ കെട്ടിടത്തിന്റെ പിന്നെ പ്രധാന കെട്ടിടത്തിന്റെ സപ്പോർട്ടിന് വേണ്ടി, ആ കെട്ടിടം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ടു സപ്പോർട്ട് എന്ന് പറയും. അങ്ങനെ കിട്ടുന്ന ചില സംഗതികൾ മറ്റുള്ള ഒരു വസ്തുവിലാണ് നിൽക്കുന്നത്. അത് 20 വർഷമായിട്ട് തുടർച്ചയായിട്ട് അവിടെ നിന്ന് അത് എൻജോയ് ചെയ്യുകയാണെങ്കിൽ that is also an absolute right. And അതിനെ നമ്മൾ പൊതുവെ പറയുന്നതാണ് റൈറ്റ് ടു സപ്പോർട്ട്. ഈസ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നതിന് കിട്ടുന്ന ആ ഈസ്മെന്റ് റൈറ്റ് ആണ് ആ സംഗതി. നമുക്കിപ്പോ അതൊന്നും വലിയ ആപ്ലിക്കബിൾ അല്ല. ആദ്യത്തത് കുറച്ച് ആപ്ലിക്കബിൾ ആണ്, ലൈറ്റ് ആൻഡ് എയർ ആപ്ലിക്കബിൾ ആണ്. അതായത് വെർട്ടിക്കലായിട്ട് വീഴുന്ന ലൈറ്റിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ ഒക്കൂ, അല്ലാതെ ഹൊറിസോണ്ടലായിട്ട് വീഴുന്ന ലൈറ്റിനെ നമുക്ക് അത് ഒറ്റിക്കാൻ ഒക്കില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പട്ടണങ്ങൾ കെട്ടിടം വയ്ക്കാൻ ഒക്കത്തല്ലോ, ആ ഈസ്മെന്റ് റൈറ്റ് പിടിച്ച് നിന്നാൽ പോരെ. അതേസമയത്ത് വെർട്ടിക്കലായിട്ട് വീഴുന്ന ആ ലൈറ്റ് ആൻഡ് എയറിനെ തടസ്സപ്പെടുത്തി മറ്റു കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഒക്കില്ല. മുനിസിപ്പലാണെങ്കിലും ശരി തന്നെ വെർട്ടിക്കലായിട്ട് വീഴുന്ന ലൈറ്റും എയറും ഒബ്സ്ട്രക്ട് ചെയ്ത് അങ്ങനെ കെട്ടിടം ഉണ്ടാക്കത്തില്ല. പ്രൊവൈഡഡ് he was enjoying that it was continuously enjoying for the 20 years. Then മൂന്നാമത്തത്, അതാണ് നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സംഗതി ആണ് ഈ മൂന്നാമത്തത്. ആ മൂന്നാമത്തെന്ന് പറയുന്നത് and where a right to way or other easement has been peaceably and openly enjoyed by any person claiming title to as an easement and as of right without interruption and for 20 years. That is an absolute right. ഒന്നുകൂടി പറയാം. Where the right to way or other easement has been peaceably, openly and enjoyed by any person claiming title thereto. സാറേ ഒന്ന് ഇന്റർഫിയർ ചെയ്യാണ്, എല്ലാരെയും ടൈം ഔട്ട് ആവാൻ പോവാണ്. എല്ലാരും ഇതിപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ആവുമ്പോൾ എല്ലാരും റീജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ for interruption for without interruption for 20 years, അതാണ് നമ്മൾ ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ആ 20 ഇയേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. സൂട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുൻപുള്ള 2 വർഷം കൊണ്ട് ആയിരിക്കണം, 2 വർഷത്തിനിടയിലായിരിക്കണം ആ 20 ഇയേഴ്സ് അവസാനിക്കേണ്ടത്. The set period of 20 years shall be taken to be a